ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോഴാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഈസ്റ്റർ നമ്മൾ നാട്ടിലെ പോലെ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും നമ്മളെക്കൊണ്ടാവുന്ന വിധം ഒരു ഡിഷെങ്കിലും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ വീട്ടിലെ പോലെ ആയില്ലെങ്കിൽ പോലും നമുക്ക് ആ മിസ്സിങ് ഒന്നും വരാതിരിക്കാൻ, നമ്മുടെ പിള്ളേർക്ക് ആ മിസ്സിങ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈസ്റ്ററിന് ഒരു ചിക്കൻ സ്റ്റൂവും അതുപോലെ സിമ്പിളായിട്ടൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നാട്ടിലാണെങ്കിൽ പാലപ്പം, കള്ളപ്പം, അതുപോലെ ചിക്കൻ, ബീഫ് എല്ലാം കൊണ്ട് വിഭവസമൃദ്ധമായിരിക്കും. നമുക്ക് ഇത്രയെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റിയ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതും അതുപോലെ ഒരു 1.5 സവോളയും ആവശ്യത്തിന് വേണ്ട പച്ചമുളകും ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ആഡഡ് വെജീസ്, ക്യാരറ്റ്, അതുപോലെ ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ വെജീസാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. നമുക്ക് നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ കുറച്ച് പൊട്ടറ്റോ സ്ലൈസസും കൂടെ ആഡ് ചെയ്ത് ചെറിയ തീയിൽ തന്നെ നന്നായിട്ട് സോട്ട് ഔട്ട് ചെയ്യുക. ഈ സമയം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിക്കൻ നമ്മൾ കഴുകി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നല്ല തിക്കായിട്ടും തിന്നായിട്ടും 1-ാം പാലും 2-ാം പാലും നമ്മൾ പ്രിപ്പയർ ചെയ്താണ് ഉണ്ടാക്കുന്നത്. ആവശ്യമായ മസാലകൾ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ പെപ്പർ പൗഡറുമാണ് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പെപ്പറിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇതിന് മുന്നേറി നിൽക്കേണ്ടത്. അപ്പം ഈ മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കതിൽ നിന്ന് കണ്ട കുറച്ച് വാട്ടർ കണ്ടൻ്റ് എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട് കുരുമുളകാണ് കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുത്ത് മസാലയ്ക്കകത്തെല്ലാം കിടന്നൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് പെരണ്ട് വരാൻ വേണ്ടി ഒരു 2 മിനിറ്റ് എടുത്ത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം തിക്കായിട്ട് തന്നെ കോക്കനട്ട് ലൂക്ക് വാം വാട്ടറിൽ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്ത് ക്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്ത് അതിൽ കിടന്ന് വേണം നമ്മുടെ ചിക്കൻ വെന്ത് വരാൻ. അത്യാവശ്യം ചിക്കൻ പീസസ് എല്ലാം മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ കുക്കറിൽ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ പെപ്പർ പൗഡർ കുറവെന്ന് തോന്നിയാൽ ഇപ്പോൾ 1/2 സ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. വേറെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മുങ്ങി വരുന്ന പോലെ സ്പൂണും കൊണ്ടൊന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുത്ത് 2 വിസിൽ വരുത്തി നമുക്ക് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കൊണ്ട് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നന്നായിട്ട് വെന്തു, എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറുകിയ ചാറോടുകൂടിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. കാഷ്യൂ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കത് മിക്സ് ഒന്ന് അരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടും. ഇന്നത്തെ സമയക്കുറവ് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, ചില സമയങ്ങളത് ചെയ്യാറുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 3 പേരും ഉള്ളൂ, അച്ചാച്ചനും ഞാനും കുഞ്ഞും. അപ്പോൾ നമുക്ക് വേണ്ടൊരു ക്വാണ്ടിറ്റിയിലുള്ള അപ്പവും കറിയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. നമ്മുടെ ഈസ്റ്റർ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആഘോഷിച്ചു. പിന്നെ നമ്മൾ തലേന്ന് തന്നെ അരച്ച് നല്ലതായിട്ട് ഇത് പൊങ്ങി നിൽക്കുന്ന അപ്പം, നമ്മൾ കള്ളപ്പമാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഈസ്റ്റർ സ്പെഷ്യൽ അപ്പം. അത് നല്ല കിഴുത്തോടുകൂടി നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡിയായി വന്നു. ഞാൻ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് രാവിലെ അച്ചാച്ചനാണ് അപ്പമൊക്കെ ചുട്ടത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ചിക്കൻ കുറുമയും അപ്പവുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർത്തപ്പോഴത്തേനും ഓൾറെഡി ചിക്കൻ ബിരിയാണിയോ ചിക്കൻ മന്തിയൊക്കെ തന്നെ ആകുമ്പോഴേക്കും വെറൈറ്റി ആയിട്ട് നമുക്കൊരു സോസേജ് പുലാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം സ്പെഷ്യൽ ഡേയ്സിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റൈസും ആകും. അതുപോലെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും തന്നെ പുലാവ് ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്, നമുക്ക് എളുപ്പമാണ്. ഇനി വാച്ചിനെയും കൂടെ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ പഠിപ്പിക്കണം. കുഞ്ഞുമാവ കുറച്ചൊക്കെ കോപ്പറേറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അവൻ്റെ പ്രായത്തിന് പറ്റുന്ന പോലെ അവനെയും കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനും ആഡഡ് വെജീസ്, അതിൻ്റെ കൂടെ പൊട്ടറ്റോ, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഓണിയൻ, ഇഞ്ചി വെളുത്തുള്ളി, സവോള എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലൊന്ന് ഉപ്പിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഹോൾ സ്പൈസസ്, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമായ അരി, അത് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ അളവ്. പിന്നെ സോസേജ് ഓൾറെഡി ഹാഫ് കുക്ക്ഡാണ്. അതിലേക്ക് നമ്മൾ ആവശ്യമായ മസാലകൾ കുറച്ച് മാത്രം മുളക് പൊടി,
കുറച്ച് കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, ഗരം മസാല, ഇത്ര സാധനങ്ങൾ ചേർത്ത് നമുക്ക് ക്യൂബായിട്ട് അരിഞ്ഞിരിക്കുന്ന സോസേജ് പീസസ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 2 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഡീപ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല, ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സോഫ്റ്റായിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ്സോളം ഇളക്കി കൊടുത്ത് നമ്മുടെ വെജീസ് എല്ലാം സോക്കായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ദിവസം നമുക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഒരളവുണ്ട്. അതുപോലെ നമുക്കിവിടെ നമ്മളുടെ സെക്യൂരിറ്റി ചേട്ടനും കൊടുക്കാനുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസ്റ്റർ ദിവസം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയല്ലേ, നമ്മൾ ആരെങ്കിലും ഒരു വെളിയിൽ നിന്നുള്ള ഒരാൾക്ക് ഒരു നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ അരിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കുറച്ച് നെയ്യ് തൂക്കി കൊടുത്ത് ഒറ്റ വിസിൽ വന്ന് സ്റ്റീം പോയി കഴിയുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ സോസേജും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പുലാവ് റെഡിയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു കേടും പപ്പടവും ആഡംബരത്തിന് വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ ആവാം. അടിപൊളിയായിരുന്നു. ഈസ്റ്ററിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി വെജിറ്റബിൾ പുലാവ്.